എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേച്ചറിൽ നിന്ന് കൊണ്ടുവെക്കുന്ന ബഡ് റോസ് പൂക്കളൊക്കെ നല്ലതായിട്ടൊന്ന് പൂക്കളൊക്കെ ഇടാൻ തന്നെ കുറച്ച് പാടല്ലേ. കാരണം അതിനകത്ത് നല്ല കെയറിങ് നമുക്ക് അത്യാവശ്യമാണ്. മിക്കവർക്കും റോസയെ പരിപാലിക്കുന്ന മിക്കവർക്കും അറിയാം. കാരണം പുറകെ നടന്നാൽ മാത്രമേ ഇന്ന് തുടരെ പൂക്കളിടത്തുള്ളൂ. പ്രൂണിങ്, അതുപോലെ തന്നെ വളപ്രയോഗം, അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കറക്റ്റ് അതിൻ്റെതായിട്ട് രീതിയിൽ ചെയ്താൽ മാത്രമേ നല്ലപോലെ പൂക്കൾ തരത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് നമ്മൾ നിലത്ത് വെച്ച് പിടിപ്പിച്ച ബഡ് റോസുകളാണ്. നിറയെ പൂക്കളുണ്ട്, മൊട്ടുകളും ഉണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. എങ്ങനെയാണ് ബഡ് റോസുകൾ നിലത്ത് വെച്ച് പിടിപ്പിച്ച് നമുക്ക് പരിപാലിച്ചെടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നമ്മുടെ റോസുകൾക്ക് നല്ലൊരു ടോണിക്കാണ് കൊടുക്കുന്നത്. അതായത് മുരടിപ്പും മാറാനായിട്ട് നല്ലപോലെ പൂക്കളും പുതിയ തളിർപ്പുകളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ടുള്ള നല്ലൊരു ടോണിക്കാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നുപോലെ. നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുന്ന റോസയ്ക്ക് നല്ല പരിചരണം ആവശ്യമാണ്. നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് അത് വലിച്ചെടുത്തിട്ട് അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും പുതിയ തളിർപ്പുകളും ഒക്കെ വരാൻ സഹായിക്കുന്നത്. ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസാ ചെടി നല്ല പച്ചപ്പോറുകൂടി നല്ല ഹെൽത്തി ആയിട്ടും ഒക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ, ഏത് ചെടിയാണെങ്കിലും പ്രത്യേകിച്ച് റോസകൾക്ക് കുറേ പരിപാലനം ആവശ്യമാണ്. അല്ലാതെ ഈ റോസ പിടിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതുപോലെ തന്നെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ പൂക്കളിട്ടതിന് ശേഷം പെട്ടെന്ന് ഇത് നശിച്ചു പോകും. നമുക്ക് കിട്ടേണ്ടത് മുരടിച്ച പൂക്കളല്ല അല്ലേ, നല്ല വലിയ പൂക്കളും നല്ലപോലെ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിലും ഒക്കെയാണ് നമുക്ക് റോസാ ചെടി കിട്ടേണ്ടത്. അല്ലെങ്കിൽ നമുക്കത് നിന്നിട്ട് വെറുതെ കാര്യമൊന്നുമില്ല. അപ്പോൾ കണ്ടോ, വലിയ മൊട്ടുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് ബാക്കി വന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, ഇപ്പം ഇല്ലെങ്കിൽ കട്ടൻ ചായ നമ്മൾ ഉണ്ടാക്കുക. ഏറ്റവും ബാക്കി വന്ന കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മധുരം ഇടാത്ത കട്ടൻ ചായയാണ് ഞാൻ എടുത്തേക്കുന്നത്. മധുരം ഇട്ടതല്ല, മധുരം ഇടാത്ത. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് എടുത്ത് കട്ടൻ ചായ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ, ആദ്യമേ നേരത്തെ ഉണ്ടാക്കിയതാണ് ഇതുപോലെ എടുക്കുക. ഇല്ലെങ്കിൽ ആദ്യമേ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചത് ബാലൻസ് ഇരുന്നതുകൊണ്ട് അത് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതിപ്പോൾ നമുക്ക് 2-3 ചെടികൾക്ക് കൊടുക്കാനുണ്ട് ഒരു ചെമ്പരത്തി പൂവ്. ഇപ്പോൾ 2-3 ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടോണിക്കാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട്, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഈ ചെമ്പരത്തി പൂ നമുക്ക് ആ കടിഞ്ചായയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് കഴിയുമ്പോൾ ആ പൂവിലെ കളറെല്ലാം നമ്മുടെ ഒരു വെള്ളത്തിലേക്ക്, അതായത് കടിഞ്ചായ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇത് നമുക്ക് നമ്മുടെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ച നിറമൊക്കെ കിട്ടാനായിട്ട് വളരെയും സഹായിക്കുന്നു. നല്ല കളറായിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി കിട്ടാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം, ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾക്കായാലും ചെടികൾക്കായാലും ഒക്കെ നല്ലതാണ്. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നല്ല റിസൾട്ടാണ് നമുക്ക് ചെടികൾക്ക് കിട്ടുന്നത്. അതുപോലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു 2-3 ലിറ്റർ വെള്ളം, ഒരു 2 ലിറ്റർ വെള്ളം കേട്ടോ, 3 ഇല്ല 2 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് 2 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്ക് രാവിലെ ഒഴിച്ചു കൊടുക്കാം, വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടുള്ള സമയമാണ്, രാവിലെ വൈകുന്നേരം ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഏതൊരു സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ സാധനത്തിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് അരിച്ചതിന് ശേഷം സ്പ്രേയറിനകത്താക്കി ഇതുപോലെ നമ്മുടെ റോസാ ചെടികളെല്ലാം നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ചെടികൾക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുരടിപ്പൊക്കെ മാറിക്കിട്ടും. ആ പഴുത്ത ഇലകളോ മഞ്ഞ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഇതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാകാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് വേറൊരു ജൈവവളം ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് NPK 10-10-10 NPK 19-19-19 അതൊരു എന്താ പറയുക, രാസവളമാണ്. ഇതൊരു ജൈവവളമാണ്. അതായത് NPK 10-10-10 എന്ന് പറയുന്ന ഒരു ജൈവവളമാണ്. ഇത് വളക്കടയിൽ ചോദിച്ചാൽ കിട്ടും. ഇത് നല്ല റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കൊടുത്തത്. വേറെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻപൊടി എന്തൊക്കെ കുറേ കാര്യങ്ങൾ മിക്സ് ചേർന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് 1 ടീസ്പൂണ് 1 ടേബിൾ സ്പൂണോ വരെ എടുക്കാം. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാം. നല്ല റിസൾട്ടാണ് ഇതിന്, നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രാവിലെ ഒഴിച്ചു കൊടുക്കാം, വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് 1 സ്പൂൺ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, പെട്ടെന്ന് തന്നെ മിക്സ് ആകും കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു ചെടിക്ക് 1-2 ചെടിക്ക് വീതം മാക്സിമം ഒഴിക്കാം കേട്ടോ. നല്ല ഒരു മുഴുത്ത ചെടിച്ചെടിയാണെങ്കിൽ 1 കപ്പം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിക്ക് ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്താണ്, നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.